ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മലപ്പുറം ജില്ലയുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് വന്ന കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ആപ്ലിക്കേഷൻ ലിസ്റ്റാണ്. അതുകൂടാതെ പാലക്കാട് ജില്ലയുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ആപ്ലിക്കേഷൻ ലിസ്റ്റും ഒന്നായിട്ടാണ് പാലക്കാട് ജില്ലയുടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പാലക്കാട് ജില്ലയുടെ നോക്കാം. പാലക്കാട് ജില്ലയിൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 2024-26 വർഷത്തെ DLED അപേക്ഷകൾ സമർപ്പിച്ചവരുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ആയതിന്മേൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 25 ജൂലൈ 25 2 മണിക്ക് മുമ്പായി പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ നിങ്ങളുടെ പേരോ മറ്റെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, മാർക്കിൻ്റെ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് DD ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഗവൺമെൻറ് എയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റ് പാലക്കാട് ജില്ലയിലെ. തൊട്ട് താഴെയുള്ള സെൽഫ് ഫിനാൻസ് പാലക്കാട് ജില്ലയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ലിസ്റ്റ്. എയ്ഡഡ് മൈനോറിറ്റി നിങ്ങൾ അതാത് കോളേജുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ നമുക്ക് സയൻസ് ഞാനിപ്പോൾ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക്. അപ്പോൾ ഇതിലിനി കറപ്ഷൻസ് എന്തെങ്കിലും വരുമ്പോൾ ഈ റാങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാം. അവിടെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, ഗ്രേസ്, ടോട്ടൽ പെർസെൻറ്റേജ് മാർക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതിനുശേഷമാണ് ഈ ഒരു പാലക്കാട് DD ഓഫീസിൽ നിന്ന് ഈ ലിസ്റ്റ് PSCക്ക് പോകുന്നതും PSC ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് കോഴിക്കോട് ജില്ലയുടെ നോക്കാം. കോഴിക്കോട് ജില്ലയുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിൽ റാങ്ക് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിലെ DLED 2024-26 വർഷത്തെ പ്രവേശനത്തിനുള്ള ഗവൺമെൻറ് സ്വാശ്രയം, അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയം കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റ് പരിശോധിച്ച് ആക്ഷേപമുള്ളവർ ജൂലൈ 24 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം c/section.ddkkd@gmail.com മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. പിന്നീടുള്ള പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് താഴെ കാണാം. ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ് ഗവൺമെൻറ് സയൻസ് ഡ്രാഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ അൺഎയ്ഡഡ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 2 ലിസ്റ്റും നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിലേതിലാണ് നിങ്ങൾ വരുന്നത് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അത് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ ഒരു ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. വിഭാഗം സ്വാശ്രയമാണോ, ഗവൺമെൻറ് ആണോ, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. എന്താണ് അതിലെ മിസ്റ്റേക്ക് അതവിടെ മെൻഷൻ ചെയ്യുക. അത് മിസ്റ്റേക്ക് ശരിയാക്കേണ്ട വിധം അത് ഇപ്പുറത്ത് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ലിസ്റ്റിലെ ക്രമ നമ്പർ ഞാനിപ്പോൾ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ ആ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പർ അവിടെ മെൻഷൻ ചെയ്യുക. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, മാർക്കോ നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ മറ്റുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെയിൽ ഐ ഡിയിലേക്ക് ആ ഡീറ്റെയിൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3 ജില്ലകളുടെയാണ് വന്നിരിക്കുന്നത്: മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്. ഇനി മറ്റുള്ള ജില്ലകളുടെ ഇതുപോലുള്ള അപ്ഡേഷൻ വരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.